നമസ്കാരം. കർക്കിടക മാസത്തോടനുബന്ധിച്ച് നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് പല ആൾക്കാരും വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഒരു കുറച്ച് മറുപടിയുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് എല്ലാ വർഷവും ചെയ്യണമോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത്, ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ശക്തമായ ആ ഒരു വേനൽക്കാലത്ത് നിന്നും മഴക്കാലത്തേക്ക് വരുന്നൊരു ട്രാൻസിഷൻ പീരീഡിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് വാതദോഷം അല്ലാതെ കൂടുകയും ജഠരാഗ്നി അഥവാ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കുറഞ്ഞു പോവുകയും ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോവുകയും ബലം കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതെല്ലാ മനുഷ്യ ശരീരത്തിലും ഉണ്ടാവും എന്ന് കരുതി നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കൃത്യമായി ചികിത്സ എടുക്കണം എന്നൊന്നുമില്ല. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം അവരവർക്ക് ഉചിതമായ തൈലം ഏതാണോ അത് ചൂസ് ചെയ്ത് വാങ്ങിക്കുകയും അത് കൊണ്ടുവന്ന് ചെറുതാക്കി ചൂടാക്കി ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ അഭ്യംഗം ചെയ്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ച് ഒരു 1-2 ആഴ്ച കൃത്യമായ ഔഷധ കഞ്ഞിയൊക്കെ സേവിച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സന്തുലിതമായ ഒരു അവസ്ഥയിൽ അടുത്തൊരു വർഷക്കാലം ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനൊരു മറുപടി. പിന്നെ രണ്ടാമതൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുള്ളത്, പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളും ഇത് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എനിക്ക് ഉത്തരം പറയാനുള്ളത് എന്തായാലും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് സ്വസ്ഥസ്യ സ്വസ്ഥരക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്നുള്ളതാണ്. അഥവാ സ്വസ്ഥനായ ഒരാൾക്ക് അഥവാ ആരോഗ്യവാനായ ഒരാൾക്ക് അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ആതുരസ്യ രോഗാതുരനായ ഒരു മനുഷ്യൻ അവൻ്റെ രോഗത്തെ ശമിപ്പിക്കാനുള്ളതുമാണ് ആയുർവേദ ശാസ്ത്രം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരാളും ആരോഗ്യമില്ലാത്ത ഒരു രോഗിയായ ഒരു വ്യക്തിയും തീർച്ചയായിട്ടും അതിൻ്റെ തോതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ചികിത്സകൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൂന്നാമത് ചോദിക്കുന്ന ഒരു കൗതുകകരമായ ചോദ്യം വെച്ചാൽ, ഈ സമയങ്ങളിൽ ജഠരാഗ്നി അഥവാ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഒരുപാട് കുറഞ്ഞിരിക്കും എന്നുള്ളതാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണല്ലോ, എനിക്ക് എന്തും കഴിച്ചാലും ഇത് മതിയാവുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഉത്തരം വെച്ചാൽ, ഈ പറയുന്ന വിശപ്പ് എന്ന് പറയുന്നതും ഡൈജസ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഡൈജസ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ കൃത്യമായി ദഹിച്ച് അത് അബ്സോർബ് ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ നമ്മളെ സെൽസിലും ടിഷ്യൂസിലും എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ന്യൂട്രീഷ്യൻസ് സെൽസിലും ടിഷ്യൂസിലും എത്താതാവുകയും അത് നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ അത് ആവശ്യമായി വരുന്നതുകൊണ്ടാണ് അത് വിശപ്പ് എന്നൊരു ഫീലിങ്ങിലൂടെ വീണ്ടും നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതൊരു നല്ല ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ആണെന്ന് കരുതി വീണ്ടും വീണ്ടും നമ്മൾ ജങ്ക് ഫുഡ്സും ഹെവി ആയിട്ടുള്ള ഫുഡ്സും ബേക്കറി ഐറ്റംസും ഒക്കെ നമ്മൾ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ദഹന വ്യവസ്ഥ വല്ലാതെ ബുദ്ധിമുട്ടാവുകയും അത് ഭാവിയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അത് ഒരുപാട് കാലം അടിഞ്ഞു കൂടുമ്പോൾ അത് ടോക്സിക് മെറ്റീരിയൽസ് ആയിട്ട് ശരീരത്തിൽ പല